നമുക്ക് പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ധ്യാനം ആരംഭിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, നീ എഴുന്നള്ളി വന്ന് ഞങ്ങളുടെ ബോധത്തെ പ്രകാശിപ്പിക്കണമേ, ഞങ്ങളിൽ നീ ആവസിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് ധ്യാനിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ അധരങ്ങളെ തുറന്നു തരണം, വാക്കുകളെ തരണം. ആഴമായ അർത്ഥതലങ്ങളിലേക്ക് നീ ഞങ്ങളെ കൊണ്ടുപോയി കർത്താവ് പറഞ്ഞ് പഠിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തിൽ മാറ്റങ്ങളുണ്ടായി ക്രിസ്തുവിനോട് കൂടുതൽ പറ്റിച്ചേരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്കിടയാക്കണമേ. അത് ഞങ്ങളുടെ ആത്മീയമായ പ്രയോജനപരമായി പ്രവർത്തിക്കുവാൻ പരിശുദ്ധാത്മാവ് ഹൃദയത്തിലേക്ക് തുളച്ചു കയറിയത് പഠിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ. യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമീൻ. ഇന്ന് നമ്മൾ ചിന്തിച്ച് ധ്യാനിക്കാൻ പോകുന്നത് ഗലാത്യരുടെ 3-ാം അധ്യായത്തിൽ നിന്നാണ്. 1 മുതൽ നമ്മൾ ആരംഭിക്കുകയാണ്. 1-ാം വാക്യം ഞാൻ വായിക്കുന്നു. ഭോഷന്മാരായ ഗലാത്യക്കാരെ, യേശുക്രിസ്തു നിങ്ങളുടെ കൺമുൻപിൽ ക്രൂശിതനായി ചിത്രീകരിക്കപ്പെട്ടിരിക്കെ നിങ്ങളെ ആരാണ് ആഭിചാരം ചെയ്തത്? ഇതുമാത്രം നിങ്ങളിൽ നിന്ന് അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ആത്മാവിനെ സ്വീകരിച്ചത് നിയമത്തിൻ്റെ അനുഷ്ഠാനത്താലോ അതോ വിശ്വാസത്തിൻ്റെ അനുസരണം നിങ്ങളോട് പ്രഘോഷിക്കപ്പെട്ടത് വിശ്വസിച്ചതുകൊണ്ടോ? ഗലാത്യക്കാരെ വിളിക്കുകയാണ്, ഭോഷന്മാരെന്നാണ് വിളിക്കുന്നത്. അതിന് കാരണമുണ്ട്, അത് നമ്മൾ പിന്നെ ചിന്തിക്കും. ഇവിടെ സിദ്ധാന്തപരമായും വിശുദ്ധ ലിഖിതപരമായും പൗലോസ് താൻ പ്രസംഗിച്ച സുവിശേഷത്തെ പ്രതിരോധിച്ചുകൊണ്ടാണ് ഈ 3-ാം അധ്യായം ആരംഭിക്കുന്നത്. വിശ്വാസം, ക്രിസ്തീയ സ്വാതന്ത്ര്യം, പഴയ നിയമത്തിൽ നിന്നും അവയ്ക്കുള്ള ദൃഷ്ടാന്തങ്ങൾ എന്ന 3 ഭാഗങ്ങൾ തൻ്റെ ഈ വിശദീകരണത്തിൽ നമുക്ക് കാണാവുന്നതാണ്. 1 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ വിശ്വാസത്തെ സംബന്ധിച്ചാണ് വിശദീകരിച്ചിരിക്കുന്നത്. 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ അനുഭവത്തിൽ നിന്നുമുള്ള ചില കാര്യങ്ങളാണ്. നിയമാനുഷ്ഠാനത്തിൻ്റെ സ്ഥാനത്ത് വിശ്വാസത്തെ സ്ഥാപിച്ചിരിക്കുകയാണ്. നിയമാനുഷ്ഠാനത്താൽ രക്ഷയെന്നൊക്കെ പഴയ നിയമത്തിൽ നിന്ന് കൂടുതൽ വ്യാഖ്യാനിച്ച് അവർ ചിന്തിച്ചിരുന്നപ്പോൾ അല്ല, വിശ്വാസത്താലാണ് എന്ന കാര്യം സ്ഥാപിക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. തുടങ്ങുമ്പോൾ തന്നെ ഒരു 3 ചോദ്യങ്ങൾ പൗലോസ് അങ്ങോട്ട് ചോദിച്ചു കൊടുക്കുകയാണ്. 1, ക്രൂശിതനായ ക്രിസ്തു നിങ്ങളുടെ കൺമുൻപിൽ ചിത്രീകരിക്കപ്പെട്ടിരിക്കെ ആരാണ് നിങ്ങളെ ആഭിചാരം ചെയ്തത്? 2-ാമത്തെ ചോദ്യം, നിങ്ങൾ ആത്മാവിനെ സ്വീകരിച്ചത് എങ്ങനെ? 3, നിങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചവൻ അത് നിങ്ങളുടെ നിയമാനുഷ്ഠാന നിമിത്തമാണോ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചത്? ഈ 3 ചോദ്യങ്ങളുടെ ഉത്തരം പറയുമ്പോൾ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ആ രക്ഷയെക്കുറിച്ച് വ്യക്തമാക്കാൻ വേണ്ടിയാണ് പൗലോസ് ഈ 3 ചോദ്യങ്ങൾ ചോദിക്കുന്നത്. പൗലോസ് പറയുന്നത് ക്രൂശിതനായ ക്രിസ്തു നിങ്ങളുടെ കൺമുമ്പിൽ ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നു. ക്രൂശിതനായ ഒരു ക്രിസ്തുവിനെ കുറിച്ചാണ് പൗലോസിന് പറയുവാൻ ഉള്ളത്. പൗലോസിൻ്റെ പ്രസംഗം ക്രൂശിതനായ ക്രിസ്തുവിനെ കുറിച്ച് ഉള്ളതായിരുന്നു. 1 കൊരിന്ത്യർ 1:23 പൗലോസ് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: ഞങ്ങളാകട്ടെ യഹൂദർക്ക് ഇടർച്ചയും വിജാതിയർക്ക് ഭോഷത്വവുമായ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. പൗലോസിൻ്റെ പ്രസംഗത്തിൻ്റെ എന്താണ് വിഷയമെന്ന് കൊറിന്ത്യക്കാരുടെ ലേഖനത്തിലെ ഒരു വാചകമായത്. ഞങ്ങൾ ക്രൂശിതനായ ക്രിസ്തുവിനെയാണ് പ്രസംഗിക്കുന്നത്. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അതൊരു ഇടർച്ചയാണ്. അവർ പ്രതീക്ഷിച്ചിരിക്കുന്ന ക്രിസ്തു ക്രൂശിക്കപ്പെടുകയാണോ, ഇടർച്ച വരികയാണ് അവർക്ക്. വിജാതിർക്കാണെങ്കിൽ അതൊരു ഭോഷത്വമായ കാര്യമാണ്. ഒരാൾ ക്രൂശിൽ തൂങ്ങി മരിക്കുന്നു,
എന്നേ അവർ ചിന്തിക്കുന്നുള്ളൂ. അവരെ സംബന്ധിച്ച് പോഷത്വമാണ്. അങ്ങനെയുള്ള ഒരു ക്രിസ്തുവിനെയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൽ 2-ാം വാക്യത്വം പറയുന്നു, നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ യേശുക്രിസ്തുവിനെക്കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. പൗലോസ് തൻ്റെ പ്രസംഗത്തിൻ്റെ കണ്ടൻസ് ഉള്ളടക്കം പറയുകയാണ്. നിങ്ങളുടെ ഇടയിൽ, കൊറിന്ത്യക്കാരുടെ ഇടയിലായിരുന്നപ്പോൾ എനിക്ക് ഒരു വിഷയത്തെക്കുറിച്ച് അറിയത്തുള്ളൂ എന്ന് ഞാൻ തീരുമാനിച്ചിരിക്കുക. അത് ക്രൂശിതനായ ക്രിസ്തുവിനെക്കുറിച്ച് അറിയത്തുള്ളൂ, അതും ക്രൂശിതനായ ക്രിസ്തുവിനെക്കുറിച്ച് അറിയത്തുള്ളൂ എന്നുള്ള രീതിയിലാണ് ഞാൻ നിങ്ങളോട് പ്രസംഗിച്ചത്. ഇപ്പോൾ ഓരോരുത്തർ പ്രസംഗിക്കുമ്പോൾ നമ്മളറിയാം ഏതൊക്കെയാണ് സബ്ജക്റ്റ്, ഏതൊക്കെയാണ് വിഷയം. നമ്മളെ ക്രിസ്ത്യ വിശ്വാസികൾക്ക് പ്രസംഗിക്കാനുള്ളത് യേശു ക്രിസ്തുവിനെക്കുറിച്ചാണ്, അതും ക്രൂശിതനായ ക്രിസ്തുവിനെക്കുറിച്ചാണ്. അവൻ്റെ ക്രൂശ് മരണത്താൽ നമുക്ക് രക്ഷയുണ്ടായി എന്നുള്ള കാര്യമാണ് നമുക്ക് പ്രസംഗിക്കാനുള്ളത്. പക്ഷേ ഓരോരുത്തരുടെ പ്രസംഗങ്ങൾ ശ്രദ്ധിച്ച് നോക്കൂ, അവർ എന്തെല്ലാം വിഷയങ്ങളാണ് പ്രസംഗിക്കുന്നത്. ആ വിഷയങ്ങളല്ല നമുക്ക് പ്രസംഗിക്കാനുള്ളത്. യേശു ക്രിസ്തു, ക്രൂശിതനായ ക്രിസ്തുവിനെക്കുറിച്ചാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പൗലോസ് അത് എടുത്ത് പറയുകയാണ്. ഗലാത്യർക്ക് എഴുതുമ്പോഴും അതുതന്നെയാണ് പൗലോസ് പറയുന്നത്. നിങ്ങളുടെ മുമ്പിൽ ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത് ക്രൂശിതനായ ക്രിസ്തുവാണ്. ഗലാത്യക്കാരുടെ കൺമുൻപിൽ ചാതുര്യത്തോടും ശക്തിയോടും കൂടി ഒരു വിളംബരം പ്രഖ്യാപിക്കുന്നത് പോലെയാണ് പൗലോസ് ക്രിസ്തുവിനെ പ്രസംഗിച്ചത്. രാജാക്കന്മാരുടെ വിളംബരമൊക്കെ അറിയിക്കുമ്പോൾ അത്ര ശക്തിയോടുകൂടിയാണ്, അതുപോലെ ശക്തിയോടുകൂടി നല്ല ചാതുര്യോടുകൂടി ഞാൻ ക്രിസ്തുവിനെ പ്രസംഗിച്ചത്. അപ്പം നിങ്ങളതിൽ നിന്ന് വിട്ടുപോകരുത്. നിങ്ങളെ ആരോ വിടത്തക്കവണ്ണം ആഭിചാരം ചെയ്തോ? ഇതാണ് പൗലോസ് ചോദിക്കുന്നത്. നിങ്ങൾ ആത്മാവിനെ സ്വീകരിച്ചത് ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ്? നിങ്ങൾ വല്ലതും ചെയ്തിട്ടാണോ? നിയമാനുഷ്ഠാനത്താലാണോ? അതും നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അനുസരിച്ചല്ലേ? വിശ്വാസത്തിൻ്റെ സന്ദേശം ഗലാത്യർ സ്വീകരിച്ച് കഴിഞ്ഞപ്പോഴാണ് അവർക്ക് ആത്മാവിനെ ലഭിച്ചത്. അവർക്ക് അവരുടെ ഉള്ളിലേക്ക് ഇറങ്ങി ആവസിച്ച് വന്ന പരിശുദ്ധാത്മാവ് അവരെ കൈക്കൊണ്ട അവസരത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ഓർക്ക്, ആ അനുഭവം നിങ്ങളൊന്ന് ഓർക്ക്. പൗലോസ് ചോദിക്കുകയാണ്, വിശ്വസിച്ചപ്പോഴല്ലേ നിങ്ങൾക്ക് ആത്മാവിനെ ലഭിച്ചത്? അന്നേരം നിങ്ങൾക്ക് എന്തൊരു അനുഭവം ഉണ്ടായത് നിങ്ങളുടെ ഹൃദയത്തിൽ, നിങ്ങളുടെ ഉള്ളിൽ? അത് നിങ്ങളൊന്ന് ഓർക്കണ്ടേ? നിങ്ങൾ വിശ്വസിച്ചപ്പോഴല്ലേ അത് സംഭവിച്ചത്? അല്ല ഏതാണ്ട് നിയമങ്ങൾ അനുഷ്ഠിച്ചപ്പോഴാണോ? അല്ലല്ലോ എന്ന് പൗലോസ് സ്ഥാപിക്കുകയാണ്. ഗലാത്യർ 4:6 പൗലോസ് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അത് നമ്മൾ പിന്നീട് പഠിക്കേണ്ട ഭാഗമാണ്. നിങ്ങൾ മക്കളായതുകൊണ്ട് ആബാ പിതാവേ എന്ന് വിളിക്കുന്ന തൻ്റെ പുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അയച്ചിരിക്കുന്നു. നമ്മൾ മക്കളാണ്. വിശ്വാസത്തിൽ നമ്മൾ ഏറ്റുപറഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്നു. അത് പുത്രൻ്റെ ആത്മാവിനെയാണ് പരിശുദ്ധാത്മാവെന്ന് നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ ആബാ പിതാവേ എന്ന് വിളിക്കുന്നത്. ആ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കത്തക്കവണ്ണം നമ്മളായിത്തീർന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്നതുകൊണ്ടാണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. റോമർ 8:9 പൗലോസ് ഒരു കാര്യം പറയുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ ആത്മാവ് ഇല്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. ക്രിസ്തുവിൻ്റെ ആത്മാവെന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉണ്ടായിരിക്കണം. വിശ്വാസത്താൽ ആത്മാവ് നമ്മളിലേക്ക് വരും. അപ്പോഴാണ് നാം ക്രിസ്തുവിനുള്ളവരാകുന്നത്. ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മളിൽ ഇല്ലെങ്കിൽ നമുക്ക് പറയാനൊക്കത്തില്ല നമ്മൾ ക്രിസ്തുവിനുള്ളവരാണെന്ന്. നമ്മൾ ക്രിസ്തുവിനുള്ളവരാണെന്ന് ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മളിൽ ഉണ്ടായിരിക്കണം. റോമർ 8:15-16 വാക്യങ്ങളിലെ ഈ ആശയങ്ങൾ പൗലോസ് വിശദീകരിക്കുന്നുണ്ട്. ആ വാക്യം ഞാൻ വായിക്കുകയാണ്. നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെ അല്ല, മറിച്ച് പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനെയാണ് നമ്മൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് നാം ആബാ പിതാവേ എന്ന് വിളിക്കുന്നത്. നാം ദൈവത്തിൻ്റെ മക്കളാണെന്ന് ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് സാക്ഷ്യം നൽകുന്നു.
നമ്മൾ ദൈവത്തെ ആബാ പിതാവേ എന്ന് വിളിക്കാൻ കാരണം ദൈവത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് നമ്മളുള്ളത് കൊണ്ടാണ്. നമ്മൾ സ്വർഗസ്ഥനായ പിതാവേ പിതാവേ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മളുള്ളത് കൊണ്ടാണ് നമുക്കങ്ങനെ വിളിക്കുവാൻ സാധിക്കുന്നത് എന്ന് മാത്രമല്ല, ഒരു വലിയ രഹസ്യം കൂടി ഇവിടെ പൗലോസ് പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ ഉള്ളത് കൊണ്ട് നമ്മൾ ആ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് കാര്യം പറയും. നീ ദൈവത്തിൻ്റെ മോനാണ്, ദൈവത്തിൻ്റെ മകളാണ്. ദൈവത്തിൻ്റെ മകളായതുകൊണ്ട് നമുക്ക് പറയാൻ, വിളിക്കുവാൻ സാധിക്കും പിതാവേ. നമുക്ക് ചോദിക്കാനുള്ള അവകാശം നമുക്ക് ലഭിച്ചിരിക്കുക. പിതാവേ എന്ന് വിളിച്ച്, പിതാവായതുകൊണ്ട് മക്കൾ ചോദിക്കുന്നതൊക്കെ തരുമെന്നുള്ള ഉറപ്പ് നമുക്കങ്ങ് ഉണ്ടായിരുന്നാൽ മതി. പിതാവല്ലേ, തരുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് നമ്മളങ്ങനെ പിതാവേ എന്ന് വിളിക്കുന്നത്. യേശു അങ്ങനെ തന്നെയാണ് പഠിപ്പിച്ചത്, പിതാവേ എന്ന് വിളിച്ചോളെ. ആത്മാവ് നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് പിതാവെന്ന് വിളിക്കുവാൻ നമുക്ക് സാധിക്കും. കോറിന്തോസുകാരുടെ ഇടയിൽ, എഫേസോസുകാരുടെ ഇടയിൽ, കൊർന്നേലിയോസിൻ്റെ ഭവനത്തിൽ അവർ വചനം കേട്ടപ്പോൾ ആ വിജാതിയർ, അവരുടെ എല്ലാം മേൽ പരിശുദ്ധാത്മാവ് വന്നത് എപ്പോഴാണെന്ന് നമ്മൾ പഠിച്ചാൽ മനസ്സിലാകും. അവർ വിശ്വസിച്ചപ്പോഴാണ്. അവർ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ അവരിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. പരിശുദ്ധാത്മാവ് എന്നുള്ളതിനെ ന്യൂമ എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ന്യൂമ എന്നുള്ള വാക്ക് പരിശുദ്ധാത്മാവിനെ കുറിക്കുന്നതാണെങ്കിലും ഇവിടെ ചില വ്യാഖ്യാതാക്കൾ പറയുന്നത് 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ ഇവിടെയും പരിശുദ്ധാത്മാവ് എന്ന് അല്ലാതെ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ എന്ന് വ്യാഖ്യാനിക്കാൻ സാധിക്കുമെന്നാണ് ചിലർ അഭിപ്രായപ്പെടുന്നത്. അങ്ങനെയാണെങ്കിലും ഇവിടെ നമുക്ക് പ്രശ്നമൊന്നുമല്ല. പരിശുദ്ധാത്മാവിൻ്റെ അർത്ഥഗർഭമായ ആ വർഷിക്കലിനെയാണ് ഏതായാലും ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വർഷിക്കപ്പെടുകയാണ്. പരിശുദ്ധാത്മാവ് വർഷിക്കപ്പെടുന്നത് കൊണ്ട് നമുക്ക് ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാനായിട്ട് സാധിക്കും. എപ്പോഴാണ് അത് സംഭവിക്കുന്നത്? നാം വിശ്വാസത്തിൽ ആകുമ്പോൾ. നിയമാനുഷ്ഠാനത്തെക്കുറിച്ച് പറഞ്ഞാൽ പൗലോസ് പറയുന്നത്, നിയമാനുഷ്ഠാനം ഒരിക്കലും ആത്മാവിൻ്റെ തലത്തിലല്ല, അത് ജഡത്തിൻ്റെ, പുതുതായി ജനിക്കാത്ത ഭൗമിക മനുഷ്യൻ്റെ തലത്തിലുള്ളതാണ്. അവർക്ക് നിയമങ്ങളൊക്കെ അനുസരിക്കുന്നതിന് അവർക്ക് പ്രയാസമില്ല. കൊല്ലരുത്, കൊല്ലുന്നില്ല. വ്യഭിചാരം ചെയ്യരുത്, അല്ല വ്യഭിചാരം ചെയ്യുന്നില്ല. പ്രവർത്തനങ്ങൾ മാത്രം അവർ ഒതുങ്ങുകയാണ്. അത് മനുഷ്യൻ്റെ, ഭൗമിക മനുഷ്യൻ്റെ തലത്തിൽ ഉള്ളതൊരു കാര്യമാണ്. ഈ പ്രത്യേക സ്ഥാനത്ത് നിയമാനുഷ്ഠാനം എന്ന വാക്ക് ഈ അധ്യായത്തിൽ പൗലോസ് ഉപയോഗിച്ചിരിക്കുന്നത് മിക്കവാറും പരിച്ഛേദനകർമ്മം നടത്തണമെന്ന്, അത് അത്യാവശ്യമാണെന്ന് പറയുന്ന യഹൂദരുണ്ട്, യഹൂദ ക്രിസ്ത്യാനികളുണ്ട്. അവരുടെ ആ അവകാശവാദത്തെ ആയിരിക്കാം ഈ പ്രത്യേക വാചകത്തിൽ പൗലോസ് നിയമാനുഷ്ഠാനം എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. അവജ്ഞയോടുകൂടി പൗലോസ് അവരുടെ ആ ഡിമാൻഡ് തള്ളിക്കളയുക. ഈ പരിച്ഛേദന കർമ്മത്തിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പൗലോസ് അവിടെ സ്ഥാപിക്കുകയാണ്. ക്രിസ്തീയ ജീവിതത്തിന് നമ്മളെ ശക്തരാക്കുന്ന ആ ശക്തിയാണ് പരിശുദ്ധാത്മാവ്. ഇന്ന് നമ്മൾ ജീവിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലാണ്. അതാണ് ഇവിടുത്തെ വ്യത്യാസം. ഒരു ക്രിസ്ത്യാനിയും പഴയ നിയമത്തിലെ യഹൂദരുടെ വിശ്വാസവും തമ്മിലുള്ള വ്യത്യാസം അതാണ്. അവരെ നിയമങ്ങളനുസരിച്ച് ജീവിക്കാനാണ് അവരുദ്ദേശിക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ നിയമങ്ങൾ അനുസരിച്ചോളും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിച്ചോളും. അങ്ങനെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മളെ ശക്തരാക്കുന്ന ആ ശക്തിയാണ് പരിശുദ്ധാത്മാവ്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് നിറഞ്ഞ ജീവിതം വേണം എന്ന് പറയുന്നത്. റോമാലേഖനം 8-ാം അധ്യായത്തിൽ തന്നെ 14-ാം വാക്യത്തിൽ പൗലോസ് പറഞ്ഞിട്ടുണ്ട്, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. നമ്മൾ അപ്പനെ അപ്പ എന്ന് വിളിക്കാൻ കാരണം നമ്മൾ മക്കളായതുകൊണ്ടാണ്. എപ്പോഴാണ് നമ്മൾ മക്കളായിരിക്കുന്നത്? ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവർ, അവരാണ് ദൈവത്തിൻ്റെ മക്കൾ. നമ്മൾ നയിക്കപ്പെടുന്നത് ദൈവത്തിൻ്റെ ആത്മാവിനാലായിരിക്കണം.
അപ്പോൾ നമ്മൾ പുത്രന്മാരാണ്. അപ്പാന്ന് വിളിക്കാം, ചോദിക്കുന്നത് കിട്ടുകയും ചെയ്യും എന്നുള്ളത് ഓർത്തോണം. ഇനിയും പൗലോസ് സൂചിപ്പിക്കുന്നത് ഈ അത്ഭുത പ്രവർത്തനങ്ങളുടെ കാര്യമാണ്. പൗലോസ് ചോദിക്കുന്നത്, നിങ്ങൾ നിയമങ്ങൾ അനുഷ്ഠിച്ചത് കൊണ്ടാണോ നിങ്ങളുടെ ഇടയിൽ അത്ഭുത പ്രവർത്തനങ്ങൾ നടന്നത്? അതുകൊണ്ട് നിങ്ങൾ ഈ നിയമാനുഷ്ഠാനം എന്നുള്ളൊരു കാര്യത്തിലേക്ക് തിരിച്ചങ്ങ് പോകണം എന്ന് വിചാരിച്ച് തന്ത്രപ്പെടണ്ട. യഹൂദരുടെ ചിന്തയനുസരിച്ച് അങ്ങ് നിയമങ്ങൾ അനുസരിക്കുക, പ്രത്യേകിച്ച് പരിച്ഛേദന കർമ്മം നടത്തുക, അതിലോട്ടങ്ങ് പോകണമെന്നൊന്നും നിങ്ങൾ വാശി പിടിക്കേണ്ട കാര്യമല്ല. നിയമാനുഷ്ഠാനം വഴിയൊന്നും അല്ലല്ലോ നിങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങൾ സംഭവിച്ചത്. അങ്ങനെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ആത്മാവിനെ സ്വീകരിച്ചതിന് യാതൊരു പ്രയോജനവും ഇല്ല എന്നായിപ്പോകും. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് അത് ദൈവമാണ്. നിങ്ങൾ നിയമമനുസരിച്ചെന്ന് വിചാരിച്ചൊന്നും അല്ല അത്ഭുതം നടക്കുന്നത്, ആ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് നടക്കുന്നതാണ്. 1 കൊരിന്ത്യർ 12 അധ്യായം 6 വാക്യത്തിൽ പൗലോസ് എഴുതുന്നു, പ്രവൃത്തികളിൽ വൈവിധ്യം ഉണ്ടെങ്കിലും എല്ലാവർക്കും എല്ലാറ്റിനും പ്രചോദനം നൽകുന്ന ദൈവം ഒന്ന് തന്നെ. ദൈവത്തിൻ്റെ പ്രവൃത്തികളൊക്കെ ഇത് ഓരോരുത്തർക്കും ഓരോന്ന് ചെയ്യാനുള്ള ഒരു പ്രചോദനം നൽകുന്നത് അത് ദൈവം തന്നെ തരുന്നതാണ്. അങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനം നടക്കുന്നത്. പരിശുദ്ധാത്മാവിനെ നൽകുന്നതോടൊപ്പം അത്ഭുത പ്രവൃത്തികളും നൽകപ്പെടുകയാണ്. പരിശുദ്ധാത്മാവിൽ നിന്നുമാണ് ഈ അത്ഭുത പ്രവൃത്തികൾ ഉണ്ടാകുന്നത് എന്ന് കാണിക്കുന്ന വചനങ്ങൾ ബൈബിളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. റോമർ 15 അധ്യായം 18-19 വാക്യങ്ങൾ ഞാൻ വായിക്കുകയാണ്. വിജാതിയരുടെ അനുസരണം നേടിയെടുക്കേണ്ടതിന് വാക്കാലും പ്രവൃത്തിയാലും അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ബലത്താലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും ഞാൻ വഴി ക്രിസ്തു പ്രവർത്തിച്ചവയൊഴികെ മറ്റൊന്നിനെക്കുറിച്ചും ഞാൻ പറയുന്നില്ല എന്ന്. 1 കൊരിന്ത്യർ 12 അധ്യായത്തിലെ 11 വാക്യം, തൻ്റെ ഇച്ഛയ്ക്കൊത്ത് ഓരോരുത്തർക്കും പ്രത്യേക ദാനങ്ങൾ നൽകുന്ന ഒരേ ആത്മാവിൻ്റെ തന്നെ പ്രവൃത്തിയാണ് ഇതെല്ലാം. പലതരത്തിലുള്ള അത്ഭുത പ്രവർത്തനങ്ങളും ഒക്കെ ഇങ്ങനെ നടക്കുമ്പോൾ അത് ഓരോരുത്തരുടെ പ്രത്യേക ശക്തിയാണെന്ന് വിചാരിക്കേണ്ട. എല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുടെ പ്രകടനങ്ങളാണ്. അത് ദൈവം ഇച്ഛിക്കുന്ന അനുസരിച്ചാണ് അത് അങ്ങനെ പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നിയമാനുഷ്ഠാനം നടത്തിയത് കൊണ്ടൊന്നും അല്ലല്ലോ ഗലാത്യർക്ക് ഈ ദൈവിക ദാനങ്ങൾ ലഭിച്ചത് എന്നും പൗലോസ് വ്യക്തമാക്കുകയാണ്. ഈ അധ്യായം അങ്ങോട്ട് തുടങ്ങുമ്പോഴേ ആദ്യത്തെ വാക്ക് ഭോഷന്മാരായ ഗലാത്യക്കാരെ ഭോഷന്മാർ എന്ന് വിളിച്ചിരിക്കുന്നു. അതിൻ്റെ കാരണം കൂടെ നമുക്കൊന്ന് ചിന്തിക്കാം. നമ്മൾ ആദ്യം തന്നെ ഒരു ആമുഖത്തിൽ കാര്യം പറഞ്ഞു. ഗലാത്യയിലെ ഒരു കവി ഗലാത്യക്കാരെ മൊത്തത്തിൽ ഭോഷന്മാർ എന്ന് അദ്ദേഹത്തിൻ്റെ ആ കവിതയിൽ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ടൊന്നുമല്ല ഇവിടെ അങ്ങനെ പറയുന്നത്, അത് ഞാനൊന്ന് സൂചിപ്പിച്ചെന്നുള്ളതേ ഉള്ളൂ. ഭോഷന്മാരെന്ന് യേശു ഉപയോഗിച്ചൊരു സന്ദർഭമുണ്ട്. അതായത് യേശു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞിട്ട് എമ്മാവൂസിലേക്ക് യേശു വേറെ 2 പേരുടെ കൂടെ നടന്നുപോയി. 2 ശിഷ്യന്മാരാണ്. അവർ ജെറുസലേമിൽ നിന്ന് എമ്മാവൂസിലേക്ക് പോവുകയായിരുന്നു. അവർ പോകുമ്പോൾ യേശുവിൻ്റെ ഉയിർപ്പിനെക്കുറിച്ചും മരണം, ഉയിർപ്പ്, അതെല്ലാം അവരുടെ സംസാര വിഷയം. കാര്യം അവർ ആ ഞായറാഴ്ചയാണ് പോകുന്നത്. അപ്പോൾ ഉയിർപ്പിനെക്കുറിച്ച് അവർ കേട്ടു. മഗ്ദലേനെ കാര്യം മറിയം പറഞ്ഞതും എല്ലാം അവർ കേട്ടിട്ടാണ് ഇത് പോകുന്നത്. അപ്പോൾ അത് വളരെ ആശ്ചര്യകരമായിട്ട് അവർക്ക് തോന്നി. അവരിതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അവർക്ക് കാര്യങ്ങൾ വ്യക്തമാകുന്നില്ല. പറയുന്നതൊക്കെ ശരിയാണോ അല്ല, ഇതെങ്ങനെയാണ് സംഭവിച്ചത് എല്ലാം ഇങ്ങനെ കേട്ടുകൊണ്ട് പോകുമ്പോൾ യേശു അവരുടെ കൂടെ നടന്നു. എന്താണ് നിങ്ങളുടെ സബ്ജക്റ്റ്, വിഷയം എന്തുവാ നിങ്ങൾ സംസാരിക്കുന്നത്? അവരത് പറഞ്ഞു. അവർക്ക് ഇത് മനസ്സിലാകുന്നില്ല, വിശ്വസിക്കാൻ പ്രയാസമാണ്. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ യേശു പെട്ടെന്ന് അവരോട് പറയുക. യേശു സംസാരിക്കാൻ തുടങ്ങി. ഭോഷന്മാരായ ഗലാത്യക്കാരെ എന്നാണ് യേശു ശിഷ്യന്മാരെ അവരെ വിളിച്ചത്. പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളതല്ല, വിശ്വസിക്കുവാൻ
കഴിയാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചവരെ. ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞു തുടങ്ങുന്നത്. അപ്പോൾ ഭോഷന്മാരെന്നുള്ള വാക്കിൻ്റെ വിശദീകരണം യേശു കർത്താവ് പറഞ്ഞു. അത് യേശു കർത്താവാണ് കൂടെ നടന്നത്. അവർക്കത് മനസ്സിലായില്ല യേശുവാണ് കൂടെ വരുന്നതെന്ന്. പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളതെല്ലാം വിശ്വസിക്കുവാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചവരെ. അപ്പോൾ അവരാണ് ഭോഷന്മാർ. എന്നിട്ട് യേശു എന്ത് ചെയ്തു? യേശു ലിഖിതങ്ങളിൽ നിന്ന് പ്രവാചകന്മാരുടെ വാക്യങ്ങളെല്ലാം ഉദ്ധരിച്ച് അതിനെ വ്യാഖ്യാനിച്ച് യേശു ക്രിസ്തുവിന് ഇതെല്ലാം സംഭവിക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞ് മനസ്സിലാക്കി. അവരുടെ ഹൃദയം ജ്വലിച്ചിരുന്നു എന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ സന്ദർഭം ഉണ്ടായി. ആരെയാണ് ഭോഷന്മാരെന്ന് വിളിച്ചത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. ഹൃദയം മന്ദീഭവിച്ചവർ, പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് കേട്ട് ഗ്രഹിക്കുവാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചവരാണ് ഭോഷന്മാർ. ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം 25-26 വാക്യങ്ങളിലാണ് യേശു അത് പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം സഹിച്ച് യേശു ക്രിസ്തു മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ എന്ന് യേശു ചോദിച്ചു. ഇതെല്ലാം കഴിഞ്ഞിട്ട് സംഭവിച്ചതൊക്കെ നമ്മൾ ബൈബിൾ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലുണ്ടല്ലോ. അത്താഴം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ യേശു അപ്രത്യക്ഷനായി. അപ്പോഴാണ് അവർക്ക് കണ്ണു തുറന്ന് യേശുവാണെന്നൊക്കെ മനസ്സിലായത്. ഈ പിളർപ്പുകൾ, ദുർമാതൃകളൊക്കെ സഭയുടെ ആരംഭകാലം മുതൽ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഉണ്ടാകുന്നുണ്ട് എന്നുള്ള സൂചന ബൈബിളിൽ അവിടെയുണ്ട്. റോമാലേഖനം 16-ാം അധ്യായം 17-18 വാക്യങ്ങളിൽ പൗലോസ് ഇങ്ങനെ കുറിച്ചിരിക്കുന്നു: സഹോദരരെ, നിങ്ങൾ പഠിച്ച തത്വങ്ങൾക്കും വിരുദ്ധമായി പിളർപ്പുകളും ദുർമാതൃകളും ഉണ്ടാക്കുന്നവരെ ശ്രദ്ധിച്ചു കൊള്ളണം എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. അവരെ നിരാകരിക്കുവിൻ. അങ്ങനെയുള്ളവർ നമ്മുടെ കർത്താവായ ക്രിസ്തുവിനെ അല്ല, തങ്ങളുടെ തന്നെ ഉദരങ്ങളെയാണ് ശുശ്രൂഷിക്കുന്നത്. ആകർഷകമായ മുഖസ്തുതി പറഞ്ഞ് അവർ സരളചിത്തരെ വഴി പിഴപ്പിക്കുന്നു. ചിലരുടെ ഒരു വേലയാണത്. അവരെന്ത് ചെയ്യും? നല്ല ആകർഷകമായ വാക്കുകളൊക്കെ പറയും. പറഞ്ഞിട്ട് കേൾക്കുന്നവരെ അങ്ങോട്ട് ആകർഷിക്കും. അവരുടെ ഉദ്ദേശം അവരുടെ വയറ് നിറയണമെന്നുള്ളതാണ്. പിളർപ്പുണ്ടാക്കുക, തെറ്റ് പഠിപ്പിക്കുക, എന്ത് ചെയ്താലും കുഴപ്പമില്ല, അവരുടെ വയറിന് നിറയാനുള്ള സാമ്പത്തികമൊക്കെ അവർ ഈ ഉണ്ടാക്കിയെടുക്കും. അവരെ ശ്രദ്ധിക്കരുത്, അവരെ നിരാകരിച്ച് കളയണമെന്നാണ് പൗലോസിലൂടെ പഠിപ്പിച്ചിരിക്കുന്നത്. പിളർപ്പ് ഉണ്ടാക്കുന്നവരെ നമ്മൾ തള്ളിക്കളയണം. സഭയുടെ ചില ഭാഗങ്ങളിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വഴക്കും പിളർപ്പും ഉണ്ടാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അവരെ നമ്മൾ തള്ളിക്കളയുകയാണ് വേണ്ടിയത്. അത് ക്രിസ്തുവിൻ്റെയോ പരിശുദ്ധാത്മാവിൻ്റെയോ പ്രവർത്തനം നടക്കുന്നിടമല്ല. പിളർപ്പ് ഉണ്ടാക്കാൻ പാടില്ല, വ്യാജ ഉപദേശങ്ങൾ പഠിപ്പിക്കാനും പാടില്ല. അവരെ നിരാകരിക്കണം. പൗലോസ് നമ്മളെ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. 2 യോഹന്നാൻ 9-ാം വാക്യം: ക്രിസ്തുവിൻ്റെ പ്രബോധനത്തിൽ നിലനിൽക്കാതെ അതിനെ അതിലംഘിച്ച് മുന്നോട്ട് പോകുന്ന ഒരുവനും ദൈവമില്ല. ക്രിസ്തുവിൻ്റെ പ്രബോധനമുണ്ട്, അതിനെ കണക്കാക്കാതെ അതിനെ അങ്ങ് അതിലംഘിച്ച് മുന്നോട്ട് പോകുന്ന ചിലരുണ്ട്. അവർക്ക് യഥാർത്ഥത്തിൽ ദൈവമില്ല. അത് നമ്മൾ ഓർക്കണം. ക്രിസ്തുവിൻ്റെ പ്രബോധനം അത് പഠിച്ച് അതനുസരിച്ചായിരിക്കണം നമ്മുടെ ജീവിതക്രമം. പരിശുദ്ധാത്മാവ് നമ്മളെ അങ്ങനെ നടത്തിക്കോളും. പിന്നീട് പൗലോസ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാന സംഗതി, പൗലോസിൻ്റെ പ്രസംഗം ഈ ക്രൂശിതനായ ക്രിസ്തുവിനെ കുറിച്ചാണല്ലോ. ക്രിസ്തുവിനെക്കുറിച്ച് എന്ന് പറഞ്ഞിട്ട് എടുത്തു പറഞ്ഞു, അതും ക്രൂശിതനായ ക്രിസ്തുവിനെക്കുറിച്ച്. ക്രിസ്തുവിൻ്റെ സ്വയ ബലി അർപ്പണത്താലാണല്ലോ മനുഷ്യന് രക്ഷയുണ്ടായത്. യേശുവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെയും ക്രൂശമരണത്തിൻ്റെയും ലക്ഷ്യം അത് മനുഷ്യ രക്ഷയാണ്. പിശാചിൻ്റെ അടിമത്തത്തിൽ നിന്ന് നമ്മളെ വീണ്ടെടുത്തതും
യേശുവിൻ്റെ സ്വയ ബലിയർപ്പണത്താലാണ്. അതുകൊണ്ടാണ് ആ കാര്യം ഇത്ര ഊന്നൽ കൊടുത്ത് പഠിപ്പിക്കുന്നതും പൗലോസ് അത് പ്രസംഗിക്കുന്നതും. ഈ ലോകവാസകാലത്ത് യേശു 33 വർഷം ഇവിടെ മനുഷ്യനായിട്ട് ജീവിച്ചല്ലോ. യേശുവിൻ്റെ ജീവിത സംഭവങ്ങളെല്ലാം നാം ഓർക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നു. ജനനം മുതൽ ക്രിസ്മസ് മുതൽ എല്ലാം നമ്മളിങ്ങനെ പഠിക്കുകയും വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നു. എങ്കിലും എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീനെന്ന് പറഞ്ഞത് ഒരു കാര്യം മാത്രമാണ്. അത് അന്ത്യത്താഴ് സമയത്ത് അപ്പമെടുത്ത് വാഴ്ത്തിക്കൊണ്ട് പറഞ്ഞു, ഇത് നിങ്ങൾക്കായി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാണ്. 1 കൊരിന്ത്യർ 11 അധ്യായത്തിൽ പൗലോസ് ഇതിൻ്റെ ഒരു റഫറൻസ് സൂചന നൽകുന്നുണ്ട്. പൗലോസ് എഴുതിയിരിക്കുകയാണ്, കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ ഭരമേൽപ്പിച്ചതുമായ കാര്യം ഇതാണ്, കർത്താവായ യേശു താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞത അർപ്പിച്ചതിന് ശേഷം അത് മുറിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാണ്, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ. അപ്രകാരം തന്നെ അത്താഴത്തിനു ശേഷം പാനപാത്രമെടുത്ത് അരുളി ചെയ്തു, ഇത് എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. നിങ്ങളിത് ചെയ്യുമ്പോഴെല്ലാം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ. നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിൻ്റെ മരണം, അവൻ്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. കർത്താവ് നമ്മളോട് ഓർക്കാൻ വേണ്ടി എടുത്തു പറഞ്ഞ ഏക സംഭവം തൻ്റെ ക്രൂശ് മരണം, ബലിയർപ്പണമാണ്. അതാണല്ലോ ഇവിടെ പറഞ്ഞത്. അത് ഓർക്കണം എന്നാണ് കർത്താവ് എടുത്തു പറഞ്ഞത് എന്ന് നമ്മൾ ഓർക്കണം. യോഹന്നാൻ്റെ സുവിശേഷം 15 അധ്യായം 13 ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്. ഞാൻ വാക്യം വായിക്കുകയാണ്. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം ഇല്ല. അങ്ങനെയാണ് യേശു പഠിപ്പിച്ചത്. എങ്കിൽ യേശു അങ്ങനെ തന്നെ ചെയ്തു. അത് നമുക്കൊരു മാതൃകയായിരുന്നു എന്ന് മാത്രമല്ല, അവൻ്റെ ബലിയർ അർപ്പണത്താൽ നമ്മളെ വീണ്ടെടുക്കുക കൂടി ചെയ്തു. അതുകൊണ്ടാണ് നമ്മൾ യേശുവിനെ എൻ്റെ രക്ഷകൻ എന്ന് ഏറ്റ് പറയുന്നത് എന്ന് നമ്മൾ ഓർക്കണം. അവൻ എൻ്റെ രക്ഷകൻ, എനിക്ക് വേണ്ടി മരിച്ചു. അനേകർക്ക് വേണ്ടി മരിച്ചു, അത് പറഞ്ഞാൽ പോരാ, എനിക്ക് വേണ്ടി മരിച്ചു, അവൻ എൻ്റെ രക്ഷകനാണ് എന്ന് ഓർക്കണം. വെളിപാടിലും ഇത് നമ്മളോട് പറയുന്നുണ്ട്. വെളിപാടിൻ്റെ പുസ്തകത്തിൽ 5 അധ്യായം 9 വാക്യത്തിൽ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, അവർ ഒരു നവ്യഗാനം ആലപിച്ചു, പുസ്തകച്ചുരുൾ സ്വീകരിക്കുവാനും അതിൻ്റെ മുദ്രകൾ തുറക്കാനും നീ യോഗ്യനാണ്. കാരണം നീ വധിക്കപ്പെടുകയും നിന്റെ രക്തം കൊണ്ട് എല്ലാ ഗോത്രത്തിലും ഭാഷയിലും ജനതകളും രാജ്യങ്ങളിലും നിന്നുള്ളവരെ ദൈവത്തിന് വേണ്ടി വിലയ്ക്ക് വാങ്ങുകയും ചെയ്തു. നീ യോഗ്യന. ആരാ? യേശുക്രിസ്തുവിൻ്റെ കാര്യമാണ്. നീ വധിക്കപ്പെട്ടു, നീ ഞങ്ങളെല്ലാം വിലയ്ക്ക് വാങ്ങിച്ചു. ആരെയാണ് വിലയ്ക്ക് വാങ്ങിച്ചത്? നിന്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിച്ചത് എല്ലാ ഗോത്രത്തിലും എല്ലാ ഭാഷയിലും എല്ലാ ജനതകളിലും എല്ലാ രാജ്യങ്ങളിലും നിന്നുള്ളവരെ വിലയ്ക്ക് വാങ്ങി. എടുത്തു പറയാൻ കാരണം ഇസ്രായേൽ ജനത്തെ മാത്രമല്ല, എല്ലാ രാജ്യങ്ങളിലും എല്ലാ ഗോത്രങ്ങളിലും എല്ലാ ഭാഷകളിലും എല്ലാ ജനതകളിലും എല്ലാ രാജ്യങ്ങളിലും നിന്നുള്ളവരെ നീ വിലയ്ക്ക് വാങ്ങി. അത് ഓർത്തോണം. നമുക്കത് ഭാഗ്യമാണ്. വിജാതീയരായിരുന്ന ഇസ്രായേൽ ജനത്തിൽ പെടാതിരുന്ന നമ്മൾക്ക് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ രക്ഷ ലഭിക്കുന്നു. അവൻ്റെ രക്തം വില കൊടുത്ത് നമ്മളെ വാങ്ങിയിരിക്കുന്നു. എന്തൊരു അനുഗ്രഹം, കൃപയാണ് നമ്മുടെ മേൽ ചൊരിഞ്ഞത് എന്ന് നമ്മൾ ഓർക്കണം. വിശ്വസിക്കുന്നവർക്ക് ചില വാഗ്ദാനങ്ങൾ വിശുദ്ധ ലിഖിതം ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശ്വസിക്കുക, ചിലർ വിചാരിക്കുക വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ചുമ്മാ മനസ്സിൻ്റെ ഒരു കാര്യമല്ലേ. അല്ല, വിശ്വസിക്കുന്നവർക്ക് കർത്താവ് തരുമെന്ന് പറഞ്ഞിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്.
ഏതാനും ചില കാര്യങ്ങൾ ഞാനിവിടുന്ന് ചൂണ്ടിക്കാണിക്കാം. ഒന്ന്, പ്രാർത്ഥനയ്ക്ക് മറുപടി. എന്തെല്ലാം വിഷയങ്ങളാണ് മനുഷ്യനെ വേദനപ്പെടുത്തുന്നത്? ഒരു ജീവിതത്തിൽ, ഒരു കുടുംബജീവിതത്തിൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഔദ്യോഗിക ജോലി ചെയ്യുന്നവർക്ക്, അവരുടെ ജോലി സ്ഥലങ്ങളിൽ, പുരോഹിത വേല ചെയ്യുന്നവർക്ക്, മിഷൻ വേല ചെയ്യുന്നവർക്ക് എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഈ ലോകത്തിലുണ്ടാകുന്നത്. ഈ പ്രശ്നങ്ങളെയെല്ലാം എങ്ങനെയാണ് പരിഹരിക്കുന്നത്? അല്ല, നമ്മളാൽ തന്നെ വിചാരിച്ച ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമോ? പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കണമെങ്കിൽ അതിന് ഉത്തരം തരുന്ന ഒരു ദൈവമുണ്ട്. എന്തു ചെയ്യണം? പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചാൽ ലഭിക്കും എന്ന് യാതൊരു സംശയമില്ല. പിതാവിനോടാണ് ചോദിക്കുന്നത്, തരുക തന്നെ ചെയ്യും. വിശ്വസിക്കുന്നവർക്ക് പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടിയുണ്ട്. മത്തായിയുടെ സുവിശേഷം 21 അധ്യായം 22 വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ച ഏതെങ്കിലും ലഭിക്കാതിരുന്നിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് നോക്കിക്കേ. വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ചതെല്ലാം ലഭിച്ചിട്ടുണ്ട്, ലഭിക്കുക തന്നെ ചെയ്യും. അങ്ങനെ തന്നെ നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ മതി. പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ദൈവം തരുന്നേ തരട്ടെ, ചിലപ്പം തരുമായിരിക്കും എന്നല്ല, അത് നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ചില എക്സെപ്ഷൻസ് നിങ്ങൾ പറഞ്ഞേക്കാം, അത് കിട്ടിയില്ല, വിശ്വാസത്തോടെ ഞാൻ പ്രാർത്ഥിച്ചതാണ് കിട്ടിയില്ല. ചിലപ്പോൾ അതിനേക്കാൾ മെച്ചമായ രീതിയിൽ, അല്ലെ വേറെ രീതിയിൽ, അല്ലെങ്കിൽ നമുക്കത് ആകുന്നത് കൊണ്ട് ദൈവം തരാതിരുന്നതായിരിക്കാം, അല്ലെ വേറൊരു രീതിയിൽ ദൈവം നമുക്കത് തരും. ഏതായാലും പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്, തരിക തന്നെ ചെയ്യും എന്നോർത്താണ്. ഇനി വിശ്വാസത്തിൻ്റെ രണ്ടാമത്തെ കാര്യം, ദൈവമക്കൾ ആകുവാനുള്ള അവകാശം നമുക്ക് ലഭിച്ചു. മനുഷ്യനാണ്, അവൻ ദൈവമല്ല, ദൈവപുത്രനുമല്ല. പക്ഷേ ദൈവത്തിൻ്റെ മകൻ ആകുവാൻ സാധിക്കും. അതിനുള്ള അവകാശം നമുക്ക് തന്നിട്ടുണ്ട്. അതെങ്ങനെയാണ് ലഭിക്കുക? യോഹന്നാൻ സുവിശേഷം 1 അധ്യായം 12 പറയുന്നു, തന്നെ സ്വീകരിച്ചവർക്കല്ല, യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചവർക്കല്ല, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കല്ല ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. അവൻ നമുക്കൊരു കഴിവ് നൽകിയിരിക്കുക. ആർക്കാണ്? കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. തന്നെ സ്വീകരിച്ചവർക്കല്ല, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകുവാൻ അവൻ കഴിവ് നൽകി. അപ്പം മനുഷ്യൻ ഒരു പുതുജനനം പ്രാപിക്കും, ദൈവത്തിൻ്റെ മകനായി ജനിക്കും. ആര്? അവനെ സ്വീകരിച്ചവർക്കെല്ലാം, അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള ആ പ്രത്യേക കഴിവ് അവൻ നൽകി. മൂന്നാമത്, വിശ്വസിക്കുന്നവർക്ക് ശക്തി ലഭിക്കുന്നു. യോഹന്നാൻ സുവിശേഷം 14:12 സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവനും ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യും. ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നത് കൊണ്ട് ഇവയേക്കാൾ വലിയവയും അവൻ ചെയ്യും. കർത്താവ് പറഞ്ഞു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ എന്നിൽ വിശ്വസിക്കുന്നവരും ചെയ്യും. ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോവുകയായതുകൊണ്ട് ഇതിനേക്കാൾ വലിയവയും ചെയ്യും. അപ്പം നമ്മൾ ഭയപ്പെടേണ്ട, സംശയിക്കേണ്ട. രോഗികളുടെ മേൽ നിങ്ങൾ കൈകൾ വയ്ക്കും, അവർ സുഖപ്പെടുകയും ചെയ്യും എന്ന് യേശു നമ്മളോട് പറഞ്ഞിരിക്കുകയല്ലേ. പിശാചിനെ ബഹിഷ്കരിക്കാൻ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഈ മരിച്ചു കിടക്കുന്നവരെ ഉയർപ്പിക്കാൻ സാധിക്കും. നമ്മുടെ വിശ്വാസമൊക്കെ വളരെ ചെറുതല്ലേ, അതുകൊണ്ടത് പറ്റാത്തത്. വിശ്വാസമുണ്ടെങ്കിൽ ഈ സിക്കമീൻ മരത്തോട് വേരോടെ ഇളകി കടലിൽ ചെന്ന് നടപ്പെടുക എന്ന് നിങ്ങൾ പറഞ്ഞാൽ ആ മരം നിങ്ങളെ അനുസരിക്കും. കർത്താവ് പറഞ്ഞിരിക്കുന്നതാ, കള്ളം പറയുകയല്ല. ആ മരം നിങ്ങളെ അനുസരിക്കും. നിങ്ങൾ കടുകുമണി പോലെയുള്ള വിശ്വാസമുണ്ടെങ്കിൽ. വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നോട് നമ്മൾ ഓർക്കണം. കർത്താവ് ചെയ്യുന്ന അത്ഭുത പ്രവൃത്തികൾ ചെയ്യുവാൻ കർത്താവ് നമ്മളെ അനുഗ്രഹിച്ച് പരമേൽപ്പിച്ചിട്ടുണ്ട്. വിശ്വസിക്കുന്നവർക്ക് ചെയ്യുവാൻ സാധിക്കും. നാലാമത്തെ കാര്യം, ഒരു ആത്മസ്വസ്ഥത ലഭിക്കും. ചിലർ പറയുമല്ലോ, ഞാൻ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു, പക്ഷേ എൻ്റെ മനസ്സങ്ങ് വിഷമിക്കുകയാണ്, എനിക്ക് സ്വസ്ഥത ലഭിക്കുന്നില്ല. അതിനൊരു മാർഗമേ ഉള്ളൂ. ഹെബ്രായ ലേഖനം 4 അധ്യായം 3 വാക്യത്തിൽ
വിശ്വസിച്ചവരായ നാം വിശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നു. ചിലർക്ക് അസ്വസ്ഥതയാണ് മനസ്സിന്. ഇല്ല, വിശ്വസിക്കുന്നവർക്ക് വിശ്രമത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കും. ഒന്നുകൊണ്ട് ഭാരപ്പെടേണ്ട. അഞ്ചാമത്തേത്, ഒരു ആത്മീയമായ അവകാശം നമുക്ക് ലഭിക്കും. യാക്കോബ് 2:5 എഴുതിയിരിക്കുന്നു, എൻ്റെ പ്രിയ സഹോദരരെ ശ്രവിക്കുവിൻ, തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്ത രാജ്യത്തിലെ അവകാശികളും വിശ്വാസത്തിൽ സമ്പന്നരുമായി ദൈവം തിരഞ്ഞെടുത്തത് ലോകത്തിലെ പാവപ്പെട്ടവരെയല്ലേ. നിങ്ങളെ ദൈവം അവകാശികളാക്കി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. വാഗ്ദാനത്തിന് അവകാശികളാണ്, രാജ്യത്തിന് നിങ്ങൾ അവകാശികളാണ്. ആറാമത്തെ കാര്യം, ഒരു ആത്മീയമായ അടിസ്ഥാനം നമുക്കുണ്ട്. 1 പത്രോസ് 2:6 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു, ഇതാ സിയോനിൽ ഞാനൊരു കല്ല് സ്ഥാപിക്കുന്നു, തിരഞ്ഞെടുക്കപ്പെട്ടതും അമൂല്യമായ മൂലക്കല്ല്, അതിൽ വിശ്വസിക്കുന്നവൻ ഒരിക്കലും ലജ്ജിക്കുകയില്ല. കല്ലെന്നൊക്കെ പറഞ്ഞ് യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. ആ പാറമേലടിക്കുവീൻ നിങ്ങൾക്ക് ജലം കിട്ടുമെന്ന് പഴയ നിയമത്തിൽ ഏത് കല്ലിനെക്കുറിച്ചാണ് പറഞ്ഞത്? അവരുടെ ഒപ്പം കൂടെ നടന്ന യേശുക്രിസ്തുവിനെ കുറിച്ച്. അടിച്ചപ്പോൾ വെള്ളം കിട്ടി, ആ ജീവജലം അവർ കുടിച്ചു, ദാഹം തീർന്നു. പുതിയ നിയമത്തിൽ ആ കല്ല് യേശുക്രിസ്തു, അവൻ്റെ മാറിലേക്ക് കുത്തിയപ്പോൾ ജീവജലം ആ ഹൃദയത്തിൽ നിന്ന് ഒഴുകി വന്നു. അതാണ് ജീവകല്ല്. അവനിൽ വിശ്വസിക്കുന്നവർക്ക് ഒരിക്കലും ലജ്ജിക്കേണ്ടി വരികയില്ല. അവൻ ജീവജലം നമുക്ക് തരുന്നവനാണ്. അവനാണ് മൂലക്കല്ല്. അതിൽ വിശ്വസിക്കുന്നവർ ഒരിക്കലും ലജ്ജിക്കുകയില്ല. ലജ്ജിക്കേണ്ട ആവശ്യം അവർക്ക് വരുന്നില്ല കർത്താവിൽ വിശ്വസിച്ചാൽ. ഏഴാമത്തെ സംഗതി, ഒരു ആത്മീയമായ ഉറപ്പ് നമുക്ക് ലഭിക്കുന്നു. 1 യോഹന്നാൻ 5:14 അവൻ്റെ ഇഷ്ടത്തിനനുസൃതമായി എന്തെങ്കിലും നാം ചോദിച്ചാൽ അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്നതാണ് അവനിൽ നമുക്കുള്ള ഉറപ്പ്. നമുക്ക് ക്രിസ്തുവിലൊരു ഉറപ്പുണ്ട്. നമ്മളൊന്ന് ചോദിച്ചാലേ അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കും. കേൾക്കുന്നെങ്കിൽ കേൾക്കട്ടെ എന്നല്ല, കേൾക്കും എന്നുള്ള ഉറപ്പ് ഉണ്ട്. അതാണ് ഇവിടെ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്. അവൻ്റെ ഇഷ്ടത്തിന് അനുസൃതമായി എന്തെങ്കിലും നാം ചോദിച്ചാൽ. നമ്മൾ ചോദിച്ചു, പക്ഷേ ക്രിസ്തുവിൻ്റെ ഇഷ്ടത്തിന് അനുസൃതമായി ചോദിക്കണം. അങ്ങനെ എടുത്തു പറയാനൊരു കാരണം, ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ സ്കൂളിൽ പരീക്ഷ നടത്തുന്നു, SLCക്ക് ഇപ്പോൾ പരീക്ഷ തുടങ്ങാൻ പോവുകയാണല്ലോ. എല്ലാ വിഷയങ്ങൾക്കും 30% മാർക്ക്, ഞാൻ ഉദാഹരണം പറയുകയാണ്, ലഭിച്ചെങ്കിൽ മാത്രമേ ജയിക്കുകയുള്ളൂ എന്ന് നിയമം വെച്ചിട്ടുണ്ടെങ്കിൽ ആ നിയമം പാലിച്ച് മാത്രമേ റിസൾട്ട് പബ്ലിഷ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഒരു കുട്ടിക്ക് പല വിഷയങ്ങൾക്കും 15 മാർക്കേ ഉള്ളൂ. അപ്പോൾ ചിലർ എന്ന് റെക്കമെൻഡ് ചെയ്യുക രഹസ്യമായിട്ട്, പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പേ, അല്ല അവനെക്കൂടെ അങ്ങ് ജയിപ്പിക്കണമേ. ചെയ്യാനൊക്കുമോ? നിയമത്തിന് അനുസൃതമല്ല. ഇതുപോലെ ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുന്ന എല്ലാം നമുക്ക് ലഭിക്കുമെങ്കിലും ക്രിസ്തുവിന് ഇഷ്ടത്തിൻ്റെ അനുസൃതമായിട്ട് വേണം ചോദിക്കാൻ. അല്ലാതെ ഇല്ല അല്ലെ ഇങ്ങനെ അങ്ങ് കൊടുക്കണേന്ന് പറഞ്ഞാൽ കൊടുക്കാൻ പാടില്ലാത്തൊരു കാര്യമായിരിക്കും. ദൈവം കൊടുക്കത്തില്ല. കാര്യം ക്രിസ്തുവിൻ്റെ ഇഷ്ടമനുസരിച്ച് വേണം നമ്മൾ ചോദിക്കാൻ. ബൈബിള് വായിച്ച് പഠിച്ചാൽ മതി. അതിൽ പറഞ്ഞിരിക്കുന്ന അനുസരിച്ചൊക്കെയാണ് നമ്മൾ പ്രവർത്തിക്കുകയും ചിന്തിക്കുകയും ചോദിക്കുകയും ചെയ്യുന്നെങ്കിൽ പ്രശ്നമില്ലല്ലോ. അതിനെതിരായിട്ടൊന്നും ചോദിക്കരുത്. ക്രിസ്തുവിൻ്റെ ഇഷ്ടത്തിന് അനുസൃതമായി ചോദിച്ചാൽ കിട്ടുക തന്നെ ചെയ്യും. അതാണ് അതിൻ്റെ ഉറപ്പ്. അതാണ് ഉറപ്പെന്ന് പറഞ്ഞത്. അപ്പം ക്രിസ്തുവിൽ നമുക്കൊരു ഉറപ്പുണ്ട്, കിട്ടുമായിരിക്കും. ഞാൻ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ലോകത്തിൽ നമുക്കറിയത്തില്ലയോ, അപേക്ഷ അയച്ചിട്ടുണ്ട്, ചിലപ്പം എന്നെ സെലക്ട് ചെയ്യുമായിരിക്കും, ചിലപ്പോൾ അത് ലഭിച്ചേക്കും. ഞാനും ക്വാളിഫൈഡാണ്, പലരും അപേക്ഷിച്ചിട്ടുണ്ട്, എനിക്കും കിട്ടാനുള്ള സാധ്യതയുണ്ട്, കിട്ടുമായിരിക്കും. ഉറപ്പില്ല. എന്നാൽ
ക്രിസ്തുവുമായിട്ടുള്ള പ്രാർത്ഥനയിൽ അങ്ങനെയല്ല. അവൻ്റെ ഇഷ്ടത്തിനനുസൃതമായി നാം എന്തെങ്കിലും ചോദിച്ചാൽ അത് ലഭിക്കുമെന്നുള്ള ഉറപ്പ് നമുക്കുണ്ട്. ഇന്നതാ ചോദിക്കാമെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇഷ്ടത്തിനനുസൃതമായിരിക്കണം എന്നുള്ളതാണ്. എന്ത് ചോദിച്ചാലും കിട്ടും. അതും നമുക്ക് ഓർക്കണം. ചില കാര്യങ്ങളൊക്കെ തരും, ചില കാര്യങ്ങൾ തരത്തില്ല. അങ്ങനെയല്ല, ഏത് കാര്യവും തരും. അവൻ പിതാവല്ലേ, അതുകൊണ്ട് തരും. ഇഷ്ടത്തിനനുസരിച്ച് ചോദിക്കണം. ചോദിച്ചാൽ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് അവനിൽ നമുക്കുള്ള ഉറപ്പ്. ഞാൻ 6-ാം വാക്യം 6ഉം 7ഉം വാക്യങ്ങളിലോട്ട് പ്രവേശിക്കുകയാണ്. ആറാം വാക്യം: അബ്രാഹാം തന്നെയും ദൈവത്തെ വിശ്വസിച്ചു, അതവന് നീതിയായി പരിഗണിക്കപ്പെട്ടു. 7-ാം വാക്യം: അതിനാൽ വിശ്വാസമുള്ളവരാണ് അബ്രാഹത്തിൻ്റെ മക്കളെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ ഒരു കാര്യം പറയാൻ പോവുകയാണ്. അബ്രാഹാം വിശ്വസിച്ചത് കൊണ്ടാണ് അവൻ നീതീകരിക്കപ്പെട്ടത് എന്ന് പൗലോസ് സ്ഥാപിക്കുകയാണ് ഈ വാക്യങ്ങളിൽ. വിശുദ്ധ ലിഖിതങ്ങളിൽ നിന്നുള്ള ഒരു വാദഗതിയാണ് ഈ പറയാൻ പോകുന്നത്. അബ്രാഹാം തന്നെയും ദൈവത്തെ വിശ്വസിച്ചു എന്നത് ഉൽപ്പത്തി 15-ന്റെ 6-ാം വാക്യമാണ്. അതുതന്നെയാണ് പൗലോസ് അവിടെ ഉദ്ധരിച്ചിരിക്കുന്നത്. ഉൽപ്പത്തിയിൽ അബ്രാഹത്തിൻ്റെ ഒരു ചരിത്രമുണ്ട്. ആ ചരിത്ര സംഭവങ്ങളെ 4 ഭാഗങ്ങളായിട്ട് തിരിക്കാം. 3-ാം അധ്യായം 6 മുതൽ 14 വരെ, 3-ാം അധ്യായം 15 മുതൽ 18 വരെ, 3-ാം അധ്യായം 29 മുതൽ 4-ാം അധ്യായം 7 വരെ, 4-ാം അധ്യായം 21 മുതൽ 31 വരെ. വിശ്വാസത്താലാണ് അബ്രാഹാം നീതീകരിക്കപ്പെട്ടത് എന്നാണ് ആ സംഭവങ്ങളിൽ നിന്ന് കാണിക്കുന്നത്. ഈ വിവരിച്ചിട്ട് പൗലോസ് ഒരു ദൈവശാസ്ത്രപരമായ ഒരു വാദഗതിയുടെ ഇതിനോട് ചേർത്ത് പറയുന്നുണ്ട്, ഇതിനോട് സംയോജിപ്പിച്ചിരിക്കുകയാണ്. അതങ്ങനെ പറയാൻ കാരണം, വിജാതിയരായ ക്രിസ്ത്യാനികളുടെ ഇടയിൽ പൗലോസ് പ്രവർത്തിക്കുന്ന ആ രീതി ശരിയാണെന്നും ഈ യഹൂദ ക്രിസ്ത്യാനികളുടെ വാദഗതി, പരിച്ഛേദന കർമ്മമൊക്കെ നടത്തുന്നുള്ള വാദഗതി തെറ്റാണെന്നും സ്ഥാപിക്കാനായിട്ടാണ് പൗലോസ് ഈ വാദഗതി ഇങ്ങനെ വ്യാഖ്യാനിച്ച് അത് ഈ വാക്യത്തിൽ ഉൾച്ചേർത്തിരിക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാം. ഒരു പക്ഷെങ്കിൽ യഹൂദർക്കുള്ള ആ എതിർപ്പിൻ്റെ സമ്മർദ്ദം കൊണ്ടായിരിക്കാം പൗലോസ് ആ വാദഗതിയുടെ ഇവിടെ ഉൾച്ചേർക്കാൻ കാരണമായത് എന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. ഇത് ആ വാദഗതി പൗലോസിൻ്റെ പഠിപ്പിക്കലിന് അനുഗുണമായ രീതിയിൽ പൗലോസ് അത് അവതരിപ്പിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ വികാസം എന്ന് പറയുന്നത് അത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അബ്രാഹാം നീതീകരിക്കപ്പെട്ടത് എന്നാണ്. ഗലാത്യയിലെ ക്രിസ്ത്യാനികളുടെ അവസ്ഥ എന്നത് പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിലല്ല, വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നീതിമാനായ അബ്രാഹത്തിൻ്റേത് പോലെയാണ്. അബ്രാഹത്തിന് എങ്ങനെ സംഭവിച്ചത്? വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നീതീകരിക്കപ്പെട്ടു. ഗലാത്യർക്ക് അവരോട് പറയുക, നിങ്ങൾ നീതീകരിക്കപ്പെട്ടത് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. യഹോവയിൽ വിശ്വസിക്കുന്നതിന് മുമ്പ് അബ്രാഹാം പാപിയായിരുന്നു എന്നൊന്നും പൗലോസ് നിർബന്ധപൂർവ്വം അവിടെ എങ്ങും പറയുന്നില്ല എന്നുള്ളത് നമ്മൾ ഓർക്കണം. വിശ്വാസത്തിൻ്റെ ഫലമായിട്ടാണ് അബ്രാഹാം നീതിമാനായി കണക്കാക്കപ്പെട്ടത് എന്നാണ് ആ വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. റോമാലേഖനം 4-ാം അധ്യായം 3-ാം വാക്യത്തിൽ വിശുദ്ധ ലിഖിതം പറയുന്നത് എന്താണ്? അബ്രാഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി പരിഗണിക്കപ്പെട്ടു. അങ്ങനെയാണ് 6ഉം 7ഉം വാക്യങ്ങളിലായിട്ട് പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ സമയം കുറവുള്ളത് കൊണ്ട് നമ്മൾ 7-ാം വാക്യത്തിൽ നമ്മൾ നിർത്തുകയാണ്. പറഞ്ഞു വന്നത്, ഇവിടെ പറഞ്ഞത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നീതീകരിക്കപ്പെട്ടത്. അതുതന്നെയാണ് പൗലോസ് ആ 3-ാം അധ്യായത്തിൽ ആരംഭിക്കുന്നത്. അപ്പോൾ നിങ്ങളെ ആരെങ്കിലും ആഭിചാരം ചെയ്ത് പുറമോട്ട് കൊണ്ടുപോയാൽ നിങ്ങളത് അംഗീകരിച്ച് കൊടുക്കരുത്
എന്നാണ് പൗലോസിന് പറയാനുള്ളത്. അത് നമ്മൾ ഓർത്തോണം. നമ്മളിന്ന് ധ്യാനിച്ചത് 3-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളാണ്. രക്ഷ ഈ പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിൽ അല്ല, അത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. ആത്മാവിൻ്റെ സ്വീകരണം വന്നതും അത്ഭുത പ്രവൃത്തികൾ നടന്നുമൊക്കെയും വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇനി പിളർപ്പുകളുണ്ടാകുക, ദുർമാതൃകളൊക്കെ ഉണ്ടായാൽ അവരെയൊക്കെ നമ്മളങ്ങ് നിരാകരിക്കുകയാണ് വേണ്ടത്. വിജാതിയരായിരുന്ന നമുക്ക് ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ രക്ഷ ലഭിച്ചിരിക്കുന്നു. അതിന് നമുക്ക് ക്രിസ്തുവിനോട്, യേശുവിനോട്, ദൈവത്തോട്, പിതാവായ ദൈവത്തോട്, പരിശുദ്ധാത്മാവ ദൈവത്തോട് കൃതജ്ഞതയുള്ളവർ ആയിരിക്കാം. അങ്ങനെ നമ്മുടെ ജീവിതത്തെ നമുക്ക് മുന്നോട്ട് നയിക്കാം. അടുത്ത എപ്പിസോഡ് 100-ാമത്തേതാണ്. അത് ഗലാത്യ 8 മുതൽ നമുക്ക് ആരംഭിക്കാം. 100-ാമത്തെ ആണെന്നുള്ളതിൽ നമുക്കെല്ലാവർക്കും സന്തോഷിക്കാം. ദൈവം ഇത്രയും നാൾ നടത്തിയല്ലോ ഈ എപ്പിസോഡ് അതുവരെ കൊണ്ട് എത്തിക്കുന്നു. അതല്ലാതെ ഇനി തുടർന്ന് ദൈവം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ അത് നടത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാം. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. അങ്ങനെ നമുക്ക് ആത്മാവിൽ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാം. യേശു കർത്താവ് നമ്മുടെ കൂടെ ഇരുന്ന് അവൻ്റെ ആത്മാനാൽ നമ്മളെ നടത്തട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.